ചേർത്തല യുവർ കോളേജ് സോഷ്യൽ സർവീസ് വിംഗ് രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു. ചേർത്തല യുവർ കോളേജ് സോഷ്യൽ സർവീസ് വിംഗിന്റെ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു. റെഡ് ക്രോസ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം JRC, YRC എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. അതിന് യൂണിറ്റുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് കേരളത്തിന് ഇന്ത്യയിൽ മൊത്തം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും നെഗറ്റീവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഒരു ആശങ്ക NK സിംഗ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഐ വിൽ ഡു ഇറ്റ്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൗ യു വിൽ ഡു ഇറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദേർ ഈസ് എ തോമ, ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ബ്ലഡ് ഫ്രം ഹിം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ വിളിച്ചു. തോമസാറിന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഹാർട്ട് ഓപ്പറേഷനാണ്, ഓപ്പൺ സർജറിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രഷായിട്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും തോമസാർ ഒന്ന് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അക്കൂട്ടത്തിലാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ 15-ാം തീയതി ഒരു പരിപാടിയുണ്ട്, തീർച്ചയായിട്ടും വന്ന് നമുക്ക് അതിനെപ്പറ്റി ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഈ യോഗം ഇങ്ങനെ ഉണ്ട് എന്നും ഇതിനകത്ത് എനിക്ക് പങ്കെടുക്കാൻ കഴിയാൻ സത്യവാദം ചെയ്തത്. അതിനകത്ത് വളരെയധികം സന്തോഷം. ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു. യുവർ കോളേജ് ചെയർമാൻ KE തോമസ് സ്വാഗതം പറഞ്ഞു. 35,000 കടന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാവ് JC വേണുഗോപാൽ അവരുകളാണ്. അദ്ദേഹമാണ് 35,000 ആ ലിസ്റ്റ് അഥവാ കൊടുത്തതിൻ്റെ ലിസ്റ്റ് പ്രകാശനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, തിരക്കാണെങ്കിലും അദ്ദേഹം എത്തി ആ സന്ദർഭം ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ഒരു കുതിച്ചുചാട്ട നിലയിലാണ് നമ്മൾ ഈ 50,000 തികച്ചതിൻ്റെ ഒരു ആഘോഷം വരിക. അപ്പോൾ ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരെയും നേരിൽ കണ്ടിട്ടില്ല. ഇവരെയും ഇവരെയൊക്കെ വിളിച്ചു പറയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ ബഹുമാന്യനായ പല മന്ത്രിമാരും വരുമ്പോൾ ഇവിടെയുള്ളവരൊക്കെ ചോദിക്കും, എങ്ങനെയാണ് തോമസ് സാർ ഒരു ഉഡായിപ്പാണ് അതോ വെറുതെ വിളിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്ദേശത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഇത്രയും പേരെ ഇവിടെ വരുത്തുവാൻ സാധിച്ചത്.